കഴിഞ്ഞ വർഷം 2024 വധവാടയിൽ നടന്ന സാഹിത്യോത്സവയിലും നമ്മുടെ ജഡ്ജായി വന്നിട്ടുള്ളതായ അബ്ദുള്ള സർ പുത്തൂർ ഈ വർഷവും നമുക്ക് ഒരു അതിഥിയായി തന്നെ നമുക്ക് വിധി നിർണ്ണയിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നു. സർ, കഴിഞ്ഞ വർഷം നമുക്ക് സാഹിത്യോത്സവത്തിൽ മത്സരിക്കാൻ വേണ്ടി വിധി നിർണ്ണയിക്കാൻ വേണ്ടി സാർ വന്നിട്ടുണ്ട്. ഈ വർഷവും സാറിന് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കുട്ടികളുടെ പെർഫോമൻസ് അവസരം സന്തോഷവും നന്ദിയും. കഴിഞ്ഞ വർഷം ഈ വർഷവും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ വർഷം വളരെ മികച്ച രീതിയിലായിരുന്നു. അതേ രീതി ഒരിക്കൽ പോലും താഴോട്ട് പോകാതെ പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്ദരമായ രീതിയിലുള്ള പരിപാടി പെർഫോമൻസാണ് എല്ലാ വിദ്യാർത്ഥി ഓഫ് സ്റ്റേജ് ആണെങ്കിലും ഓൺ സ്റ്റേജ് ആണെങ്കിലും എല്ലാം കാഴ്ചവെച്ചാണ് എൻ്റെ അനുഭവം. ഒരുപാട് സന്തോഷമുണ്ട്. സർ, കൂടുതലും നോട്ടഡ് ആക്കിയിട്ടുള്ള പ്രോഗ്രാംസ് ഉറുദുവിലായിരുന്നല്ലോ. അപ്പോൾ സാറിന് കൊടകിലുള്ള കുട്ടികളുടെ ഉറുദുവും ബാക്കിയുള്ള നാടുകളിലെ കുട്ടികളുടെ ഉറുദുവും എങ്ങനെ വ്യത്യസ്തകരമായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കാം? ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഭാഷയുടെ വൈവിധ്യം ഇവിടെ വല്ലാതെ ഫീൽ ചെയ്തു. മലയാളം വളരെ ഫ്ലുവൻ്റായി സംസാരിക്കുന്ന മക്കൾ, ഇംഗ്ലീഷ് ഞാൻ ചില പ്രസംഗവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിലും വളരെ നല്ല പെർഫോമൻസാണ്. അതിൻ്റെ ആ ഒരു ഫ്ലുവൻസിയും മറ്റു കാര്യങ്ങളും ഇംഗ്ലീഷ് വൊക്കാബുലറി വളരെ കൃത്യമാണ്. അതോടൊപ്പം ഉറുദു ഇതൊന്നും കുറേയേറെ പേര് ഉറുദു മാതൃഭാഷയിലുള്ളെങ്കിൽ പോലും എല്ലാവരും അതിൽ നല്ല പെർഫോം ചെയ്തു. അതിൽ ഗസലാണെങ്കിലും അതുപോലെ തന്നെ കവാലി ആണെങ്കിലും അതേപോലെ ഉറുദു പദ്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ സുന്ദരമായ രീതിയിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കാനും അത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതും അതിലുള്ള കഴിവും ഒരു പ്രദേശത്ത് താഴ്ത്തിയെന്ന് പോയിട്ട് അന്ന രീതിയിലല്ല, വളരെ മികച്ച രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഷാ വൈവിധ്യം അവരെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു.